ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്ന്. ലൂക്കാസ് സുവിശേഷത്തിലെ 19-ാമത്തെ അധ്യായത്തിൽ 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുകയാണ് ബഥാന്യ മുതൽ ജെറുസലേം വരെ തൻ്റെ രാജകീയ പ്രവേശനം കഴുതപ്പുറത്ത് നടത്തുന്ന യേശുവിനെ കുറിച്ച്. ഇതാ ആർത്ത് വിളിച്ച് ഓശാന പാടി, വഴിയിൽ നീളെ മേൽവസ്ത്രങ്ങൾ ധരിച്ച് ഒലിവില കൊമ്പുകളും ഏന്തിക്കൊണ്ട് ബാലകരും ശിഷ്യഗണവുമെല്ലാം ആർത്തു പാടി ദാവീദിൻ സുതന് ഓശാന എന്ന്. ഹീബ്രു പദമായ ഹോസിയാന, രക്ഷിക്കൂ, ഞങ്ങളെ യാചിക്കുന്നു എന്നീ അർത്ഥങ്ങളാണ്. രക്ഷിക്കൂ, ഞങ്ങൾ യാചിക്കുന്നു. അതായത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ റോമാക്കാർക്ക് കപ്പം കൊടുത്തിരുന്ന, റോമായുടെ ആധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന ഇവർക്ക് മോചനത്തിന് വേണ്ടി കാലങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ മോചനത്തിൻ്റെ ആ ദൗത്യം മിശിഹായിലൂടെ യേശു ലാസറിനെയും കൂടെ ഉയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിലാണ് എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇതാ വിനയാന്വിതനായി, സകറിയ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത് പോലെ കഴുതപ്പുറത്ത് കയറി വിനയാന്വിതനായി ജെറുസലേമിലേക്ക്, ബെഥാനിയയിൽ നിന്ന് ജെറുസലേമിലേക്ക് സോളമൻ രാജാവ് തൻ്റെ രാജകീയ പ്രവേശനം നടത്തിയതുപോലെ തന്നെ യേശു രംഗപ്രവേശം നടത്തുകയാണ്. എന്നാൽ ഈ ലോകത്തിലെ രാജ്യത്വം സ്ഥാപിക്കുവാനാണ്, ഇതാ തങ്ങൾക്ക് രാഷ്ട്രീയമായ ഒരു മോചനം നേടിത്തരുവാനാണ് യേശു വന്നിരിക്കുന്നത് എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുകയാണ്, അവർ യേശുവിന് ഓശാന പാടുമ്പോൾ അസ്വസ്ഥരായിക്കൊണ്ട്, ഇന്നുകൊണ്ട് ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നത് ഒരു പോരായ്മയായി കരുതുന്ന വിഭാഗം. എന്തിനാ സ്തുതിക്കുന്നത്? ദൈവത്തിനെല്ലാം അറിയാൻ പാടില്ലേ എന്ന്. എന്നാൽ യേശുവിന് അന്ന് ആ മറുപടി പറയാമായിരുന്നു. ഇവര് ശിഷ്യഗണം മുഴുവൻ തങ്ങൾ കണ്ട അത്ഭുത പ്രവൃത്തികളെ പ്രതി യേശുവിനെ സ്തുതിക്കുകയും ഓശാന പാടുകയും ചെയ്യുമ്പോൾ അവരെ ശാസിക്കുവാനായിട്ട് ഫരിസേയർ യേശുവിനോട് പറഞ്ഞു. എന്നാൽ യേശു പറഞ്ഞ മറുപടി, നിങ്ങൾ എന്നെ സ്തുതിക്കുന്നില്ല എങ്കിൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന്. ഞാൻ നിങ്ങളെ തിരിച്ച് ലാസറിൻ്റെ കല്ലറയിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ ലാസറിനെ ഉയർപ്പിക്കാനായി യേശു വന്നപ്പോൾ യേശുവിൻ്റെ വാക്ക് കേട്ട് ദൈവമഹത്വം വിശ്വസിച്ചുകൊണ്ട് കല്ലറയുടെ കവാടം തുറന്നു മാറ്റിയ പാവപ്പെട്ട മനുഷ്യർക്കുണ്ടായിരുന്ന ഒരു നിഷ്കളങ്കമായ വിശ്വാസം നമ്മൾ കാണുകയാണ്. യേശുവിന് ലാസറിനെ ഉയർപ്പിക്കുവാൻ കഴിയുമെന്നും യേശു ദൈവപുത്രനാണെന്നും വിശ്വസിച്ചുകൊണ്ട് നിഷ്കളങ്കമായ വിശ്വാസത്തോടെ കല്ലറയുടെ കവാടം കല്ലുരുട്ടി മാറ്റിയ മനുഷ്യർ. മറുവശത്ത് കാണുകയാണ് യേശുവിൻ്റെ ആ വാക്കനുസരിച്ച് അവിടെ അവൻ്റെ കെട്ടുകൾ അഴിക്കുന്നവർ. ഇതാ അപ്പോൾ ചോദിക്കും, ഉയർപ്പിക്കാൻ കഴിവുള്ള യേശുവിന് ഇതെല്ലാം സാധിക്കുകയില്ലേ എന്ന്. ഇതാ മാനുഷികമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ മനുഷ്യനെ കൊണ്ട് തന്നെ യേശു ചെയ്യിക്കുകയാണ്. കാരണം ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്, മരിച്ചവനെ ഉയർപ്പിക്കുക എന്നുള്ളത് ദൈവത്തിന് മാത്രം സാധ്യമായ കാര്യമാണെന്ന് ആയിരുന്നു എന്നിവിടെ വ്യക്തമാകുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതാ കെട്ടഴിക്കാനും കല്ലുരുട്ടി മാറ്റുവാനും പലവട്ടം യേശു പലരിലൂടെയും നമ്മോട് തന്നെയും നമ്മുടെ ആത്മാവിലൂടെയെല്ലാം ആവശ്യപ്പെടുന്നുണ്ട്. പലതരം കല്ലുകൾ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, അശുദ്ധിയുടെ, സ്വാർത്ഥതയുടെ, ധനമോഹത്തിൻ്റെ, തഴക്കദോഷത്തിൻ്റെ, തെറ്റായ ബന്ധങ്ങളുടെ, അശ്ലീല കാഴ്ചകളുടെ, ഫോൺസെക്സിൻ്റെ എല്ലാം അങ്ങനെ പലവിധ ദുശീലങ്ങളുടെ, ലഹരി പാനീയങ്ങളുടെ, ലഹരി ബന്ധനങ്ങളുടെ, തെറ്റായ കൂട്ടുകെട്ടിൻ്റെ എല്ലാം കല്ലുകൾ എടുത്തു വച്ചിരിക്കുന്നത് ഉരുട്ടി മാറ്റുവാൻ നമ്മളെ തന്നെ ദൈവം വിളിക്കുകയാണ്. ഈ നോയമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ കുമ്പസാരമെന്ന കൂദാശയിലൂടെ ഞാനിന്ന് കുമ്പസാരിക്കാനായിട്ട് പോയപ്പോൾ കണ്ടു, എറണാകുളത്ത് കണ്ണംകുന്നത്ത് ആശ്രമത്തിലാണ് പോയത്. വൻ ക്യൂ ആണ്, അനേകം വൈദികരിൽ നിന്ന് കുമ്പസാരിപ്പിക്കുന്നു. എനിക്ക് ഒത്തിരി വിഷമവും എന്നാൽ ഒത്തിരി ചിന്തിക്കാൻ ഇടയായൊരു സാഹചര്യം. പാവപ്പെട്ട ആ പാവം വൈദികർ തിരിഞ്ഞും മറിഞ്ഞും വളഞ്ഞും തിരിഞ്ഞും ഇരുന്നു കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ വിഷമവും സങ്കടവും പാപവും അശുദ്ധിയും നിറഞ്ഞ കാര്യങ്ങളല്ലേ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വിഷമമോ സങ്കടമോ പറയുന്നിട്ട് പതിയെ അവിടെ നിന്ന് സ്ലിപ്പാകാൻ ആയിട്ട് നമ്മൾ ശ്രമിക്കും. എന്നാൽ മുഴുവൻ കേൾക്കുന്നത് സങ്കടവും വിഷമവും പാപവും ദുഃഖവും അശുദ്ധിയാണ്. എത്രയോ മനുഷ്യരെയാണ് വളരെ ആശ്വസ്തത്തോടെ ഒരു സിമ്പിളായിട്ടുള്ള പരിഹാരവും കൊടുത്ത് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ യേശുവിൻ്റെ കൃപ നിറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ
പുരോഹിതർക്ക് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും എന്ന യേശുനാഥൻ്റെ ആ വാഗ്ദാനം, ആ കൽപ്പനയിൽ നിന്നുകൊണ്ട് ആ പൗരോഹിത്യ ധർമ്മത്തിലൂടെ അവിടെ നിർവഹിക്കപ്പെടുകയാണ്. വരിഞ്ഞു മുറുകി ടെൻഷൻ അടിച്ച് കരിഞ്ഞുണങ്ങിയതുപോലെ വരുന്ന മനുഷ്യ ജീവിതങ്ങൾ ഞാനിന്ന് അവിടെ കണ്ടു. കുമ്പസാരം കഴിഞ്ഞു പോകുമ്പോൾ ഒത്തിരി റിലീഫായി ഒത്തിരി ആശ്വാസത്തോടെ പോകുന്നത് മനുഷ്യരായ ആർക്കും നോക്കി കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാ വീണ്ടും ഞാൻ നിങ്ങളെ യേശുവിൻ്റെ രാജകീയ പ്രവേശത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ലൂക്കാ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന എനിക്ക് ചിന്തോദ്ദീപകമായ 1-2 കാര്യങ്ങൾ. ഒന്ന്, ആരും ഒരിക്കലും കയറി ഇറങ്ങാത്ത, ലൂക്കാ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യങ്ങൾ, ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചുകൊണ്ടുവരിക. 2 ശിഷ്യന്മാരെ യേശു ബഥാനിയയിലെ ആ യാത്രയിൽ യേശു ബഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ ഈ ശിഷ്യന്മാരെ യേശു നിർദ്ദേശിക്കുകയാണ്. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? അതായത് മനുഷ്യരെയോ ഭാരങ്ങളോ കയറ്റാൻ പരിശീലനം കിട്ടാത്ത ഒരു കഴുതക്കുട്ടിയെയാണ് യേശുവിന് വേണ്ടി അഴിച്ചുകൊണ്ടുവരാൻ പറയുന്നത്. അതിന് മറ്റൊരു രംഗം ഒരിക്കൽ വായിച്ചത് ഓർക്കുകയാണ്. എല്ലാ മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെ ദൈവത്തിന് സമർപ്പിക്കും. അങ്ങനെ ആദിജാതനെ ദൈവത്തിന് സമർപ്പിക്കും, എല്ലാ ജീവികളുടെയും. അങ്ങനെ ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് ദേവാലയത്തിൽ കാഴ്ചവെക്കാൻ അല്ലെങ്കിൽ അതിനു പകരമായിട്ട് സമർപ്പണം നടത്തി തിരിച്ചെടുക്കാൻ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരുന്ന ആ കഴുതക്കുട്ടിയെയാണ്. ഒരു പരിശീലനവും ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മുടെ ജീവിതാവസ്ഥയിലേക്കൊന്ന് കടന്നു പോകാം. ഒരു പരിശീലനവും കിട്ടാത്ത, ഒരു സപ്പോർട്ടും ഇല്ലാത്ത, ആരും സഹായത്തിനില്ലാത്ത, ഒരു മുൻപരിചയവുമില്ലാതെ നമ്മൾ കഷ്ടപ്പെടുന്ന, വിഷമിക്കുന്ന ആത്മീയ മേഖലയോ ഭൗതിക മേഖലയോ എവിടെയുമാകട്ടെ, ഇതാ യേശു നമ്മളെ തിരഞ്ഞെടുത്താൽ, യേശു നമ്മളെ വിളിച്ചാൽ, യേശു നമ്മളെ ഉപയോഗിച്ചാൽ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരിക. ഇതാ യേശുവിന് ആവശ്യമുണ്ട്. രാജാക്കന്മാരുടെ പ്രവേശനത്തിന് അഹങ്കാരത്തിൻ്റെ കൂടെ സൂചനയായ കുതിരയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ലോകൈക രക്ഷകനായ യേശു ഉപയോഗിച്ചത് വിനയത്തിൻ്റെ, എളിമയുടെ, ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ അടയാളമായ ഒരു കഴുതയെയാണ്. അതൊരു മുൻപരിചയം പോലും ഇല്ലാത്ത, ഒരു പരിശീലനം കിട്ടാത്ത ഒരു കഴുതയാണ്. അതിനെ നിങ്ങൾ അഴിച്ചു കൊണ്ടുവരിക. ഇന്ന് നമ്മളെയും നോക്കിക്കൊണ്ട്, നമ്മളെയും വിരൽ ചൂണ്ടിക്കൊണ്ട് യേശു പറയുന്നത് ഇത് തന്നെയാണ്. പലരെയും യേശുവിലേക്ക് കൊണ്ടുവരുവാൻ, യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ നമ്മുടെ കുടുംബത്തെ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകളെ, നമ്മുടെ സഹപ്രവർത്തകരെ, നമ്മുടെ തൊഴിൽ മേഖലകളെ, ജീവിത പങ്കാളിയെ, മക്കളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് നിയോഗിക്കപ്പെട്ട വ്യക്തികളാണ് നാം ഓരോരുത്തരും. ചിലപ്പോൾ ഒരു കഴുതയെ പോലെ അല്ലെങ്കിൽ ഒന്നും അറിയാത്തവനെ പോലെ നിസ്സഹായനായി നിസ്സംഗമായിട്ട് നമ്മൾ നിൽക്കേണ്ടി വന്നേക്കാം. എളിമയുടെ മാതൃക, ഈ കെട്ടപ്പെട്ട കഴുതയെ പോലെ യേശുവിന് വേണ്ടി നിലകൊള്ളുവാൻ, അതിനെ അഴിച്ചു കൊണ്ടുവരിക. ഇതാ കെട്ടാനും അഴിക്കാനും നൽകുന്ന കർത്താവിൻ്റെ കൃപയും അധികാരം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. 1 പത്രോസ് 2:9 പറയുന്നുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവുമാണ് എന്ന്. കുമ്പസാരത്തിലൂടെ ഒരു വൈദികന് കെട്ടാനും അഴിക്കാനും അധികാരം നൽകുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ലിയോ 13-ാമൻ മാർപ്പാപ്പ വിശ്വാസികളോട് പ്രത്യേകിച്ച് വൈദികരോട് പറയണം, നിങ്ങൾ നിരന്തരം പിശാചിനെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാനും പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കുവാനും ദൈവകൃപയിൽ ആശ്രയിക്കുവാനുള്ള ഒരു വിളിയാണ് കെട്ടുകൾ അഴിക്കുവാൻ. യോഹന്നാൻ 11:44 പറയുന്ന പോലെ അവൻ്റെ കെട്ടുകൾ അഴിക്കുക. നമുക്കിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ 2 വചനങ്ങളാണ് ഇവിടെ തരുന്നത്. ഒന്ന് യോഹന്നാൻ 11:44 അവൻ്റെ കെട്ടുകൾ അഴിക്കുക. രണ്ടാമത്തെ വചനമാണ് ലൂക്കാ സുവിശേഷം 11:31 കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഈ വചനം തന്നെ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് ലൂക്കാ 19:34 19:31 19:34 കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഈ വചനം യോഹന്നാൻ 11:44 19
ലൂക്ക 19:34 കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഈ 2 വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നെ നിറക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ കൊടിയ ബന്ധനങ്ങൾ, നമ്മളെക്കുറിച്ച് തിരിച്ചറിയാൻ പറ്റാത്ത ബന്ധനങ്ങൾ മാറി ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മളിൽ നിറവേറും. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ വയസ്സായി, രോഗിയായി, വിധവയായി, ആർക്കും വേണ്ട, ആരും തിരിഞ്ഞു നോക്കുന്നില്ല, വിളിക്കുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ ഇതാ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഒരു മുൻപരിചയവുമില്ലാതെ, അല്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനി അല്ല ബ്രദറെ, അല്ലെങ്കിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് കൗതുകം തോന്നുന്നു, പക്ഷെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോഴും, ആരും എന്നെ ആശ്വസിപ്പിക്കാനില്ല, സഹായിക്കാനില്ല, എൻ്റെ വഴികളെല്ലാം അടഞ്ഞു കിടക്കുന്നു എന്ന് പറയുമ്പോഴും ഇതാ യേശുവിനെ സഞ്ചരിക്കാൻ നിന്നിൽ ഇടം കൊടുത്താൽ, യേശുവിന് വസിക്കാൻ നിന്നിൽ ഇടം കൊടുത്താൽ, ഇതാ ജെറുസലേമിൽ ഓശാന പാടിയവരുടെ മധ്യേ മുൻപരിചയമില്ലാത്ത കഴുതയുടെ പുറത്ത്, കെട്ടഴിച്ച് കർത്താവ് കൊണ്ടുവരിച്ച കഴുതയുടെ പുറത്ത് കർത്താവ് ആ ഓശാന വിളികൾ ഏറ്റെടുത്ത് മുന്നേറിയതുപോലെ നമ്മുടെ ജീവിത വീതികളിൽ നാം പോകേണ്ട വഴി, നടക്കേണ്ട ജീവിതം, സംസാരിക്കേണ്ട സംസാരം, ജീവിക്കേണ്ട ജീവിതം, ചെയ്യേണ്ട ജോലി, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രത്യേക ദൗത്യം തന്നെ അത് നമുക്ക് വ്യക്തമാക്കി തരും. ആ തിരിച്ചറിവ് നമുക്ക് കിട്ടും. അവൻ്റെ കെട്ടുകൾ അഴിക്കുക. അതെ, കെട്ടുകൾ അഴിയട്ടെ. എനിക്ക് നൽകിയ വചന പ്രഘോഷണ അധികാരത്തിൽ 1 പത്രോസ് 2:9 നിങ്ങൾ രാജകീയ പുരോഹിത പ്രവാചക ഗണമാണ്. ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ പ്രവാചകനും പുരോഹിതനും ആണ് എന്നുള്ള ആ വിളി തിരിച്ചറിയട്ടെ. ദൈവശക്തിയാൽ, പ്രവചനാത്മ ശക്തി, പരിശുദ്ധാത്മ അഭിഷേകം ഇവരുടെ മേൽ, ഈ മക്കളുടെ മേൽ വന്ന് നിറയട്ടെ. ഇവരുടെ ജീവിതത്തിലെ കെട്ടപ്പെട്ട മേഖലകളെ കർത്താവ് അഴിക്കട്ടെ. അതിനെ അഴിച്ചുകൊണ്ട് വരിക എന്ന്, കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട് എന്ന് ശിഷ്യന്മാരെ പറഞ്ഞേക്കാണ്. ഇതാ സഭയെ നിയോഗിക്കുകയാണ്. സിപ്രിയന്റെ വാക്കുകൾ, ദൈവം നമ്മുടെ പിതാവാകുമ്പോഴാണ്, തിരുസഭ നമ്മുടെ മാതാവാകുമ്പോഴാണ് ദൈവം നമ്മുടെ പിതാവാകുന്നത് എന്ന്. തിരുസഭാ മാതാവിലൂടെ, സുവിശേഷ ശുശ്രൂഷകരിലൂടെ, വചനപ്രഘോഷകരിലൂടെ, വിവിധ കൂദാശകളിലൂടെ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. അതിനെ കെട്ടഴിച്ചു കൊണ്ടുവരുവാൻ കർത്താവ് എന്നെ വിളിക്കുന്നുണ്ട്. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവെ, ഈ വചനം കൊണ്ട് ഞങ്ങൾ നിറയപ്പെടട്ടെ. ഈ വചനം വെച്ച് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഇതാ ഒന്നിനും കൊള്ളത്തില്ല, ആർക്കും വേണ്ട എന്ന് പറയുമ്പോഴും ഇന്നു മുതൽ ഇതാ പഠിക്കാൻ നീ മണ്ടനാണ്, നീ കഴിവില്ലാത്തവനാണ്, കൂട്ടത്തിൽ നീ കഴിവ് കുറഞ്ഞവനാണ്, പൊട്ടനാണ്, പൊട്ടിയാണ്, അല്ലെങ്കിൽ ബലഹീനനാണ്, ഭിന്നശേഷിക്കാരനാണ് എന്ന് പറയുമ്പോഴും നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പ്രിയ ദൈവ പൈതലേ, സഹോദര സഹോദരി, സാധിക്കും. നീ ഒരു അത്ഭുതമായി മാറും. ഇന്നു തൊട്ട് ഈ വചനം വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കാനായിട്ട് പോകുന്നു. ലൂക്ക 19:34, ലൂക്ക 19:31 കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. യോഹന്നാൻ 11:44 അവൻ്റെ കെട്ടുകൾ അഴിയട്ടെ, തിരക്തൊഴുകട്ടെ, ആത്മാവ് നിറയട്ടെ, അത്ഭുത ശക്തി, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓശയാന, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.